continuity and connectedness. ഇതിലുള്ള ഒരു തിയറം ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. തിയറം അതാണ്: if f is a continuous mapping f is a continuous mapping of a metric space X into a metric space Y, and if E is a connected subset of X, is a connected subset of X, then f of E is connected. ഇതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ കണക്റ്റഡ് സെറ്റിനെ കണക്റ്റഡ് സെറ്റിലേക്ക് തന്നെ മാപ്പ് ചെയ്യുന്നു എന്നാണ് തിയറം പറയുന്നത്. നമുക്കതിൻ്റെ പ്രൂഫിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്യുന്നത് മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ. വി പ്രൂവ് ബൈ ദ മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ. അതായത് ഈ കണക്റ്റഡ് ആവുമ്പോഴും എഫ് ഓഫ് ഇ കണക്റ്റഡ് അല്ല എന്ന് വിചാരിക്കാം നമ്മൾ, എന്നിട്ടൊരു കോൺട്രഡിക്ഷൻ എത്തും. സപ്പോസ് ഇ ഈസ് കണക്റ്റഡ് ആൻഡ് എഫ് ഓഫ് ഇ ഈസ് not connected. അതായത് നമ്മൾ ഡിസ്കണക്റ്റഡ്. then ഇപ്പോൾ എഫ് ഓഫ് ഇ ഡിസ്കണക്റ്റഡ് എന്ന് പറഞ്ഞാൽ അതിനെ രണ്ട് സെപ്പറേറ്റഡ് സെറ്റിൻ്റെ യൂണിയനാക്കി എഴുതാൻ അർത്ഥം. then there exist A and B non-empty separated subsets of Y such that f of E is equal to A union B, f of E equal to A union B, and A intersection B closure is equal to empty, A closure intersection B is equal to empty. ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റഡ് എന്നുള്ളതിൻ്റെ അർത്ഥമാണത്. അപ്പം നമുക്ക് ഈ കണക്റ്റഡാന്ന് നമുക്കറിയാം. ഈ പാർട്ടീഷൻ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഈ ഡിസ്കണക്ഷൻ ഉപയോഗിച്ച് ഈക്ക് നമ്മളൊരു ഡിസ്കണക്ഷൻ ഡിഫൈൻ ചെയ്യും. അപ്പോൾ ഈ കണക്റ്റഡ് എന്നുള്ളതിന് കോൺട്രഡിക്ഷൻ ആവും. അതാണ് രീതി.
അപ്പോൾ അതിന് നമ്മൾ ചെയ്യുന്നത് ലെറ്റ് G is equal to E intersection F inverse of A and H is equal to E intersection F inverse of B. Then we claim that E is equal to G intersection H. അത് നമ്മൾ ഈ ക്ലെയിം ഒന്ന് പ്രൂവ് ചെയ്യുക. വളരെ ഈ ക്ലെയിം പ്രൂവ് ചെയ്യുക. We have G നമ്മൾ ഡിഫൈൻ ചെയ്തത് പ്രകാരം G is contained in E. G എന്ന് പറയുന്നത് ഈ ഉൾപ്പെടുന്ന ഒരു സെറ്റിൻ്റെ ഇൻ്റർസെക്ഷൻ. അതുകൊണ്ട് G is contained in E. അതേപോലെ H is contained in E. ഇവിടെ നമ്മൾ ഡെഫിനേഷൻ ഓഫ് GH ഉപയോഗിച്ചിട്ടാണ് ഈ കാര്യം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ G intersection H is contained in E. അപ്പോൾ G intersection H ഉം contained in E. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഓക്കെ അത് നമ്മൾ ഒബ്സർവ് ചെയ്യാം. ഇനി നമ്മളിതിൻ്റെ നേരെ തിരിച്ചുള്ള ഭാഗം പ്രൂവ് ചെയ്യാം. അതിന് നമുക്ക് വേണമെങ്കിൽ ഇക്വേഷൻ നമ്പർ 1 കൊടുക്കാം. നേരെ തിരിച്ചുള്ള ഭാഗം പ്രൂവ് ചെയ്യാൻ നമ്മൾ സെറ്റ് തിയറി ഉപയോഗിച്ച് ചെയ്യുന്നു. നമ്മൾ ഇയിൽ നിന്ന് ഇയിലൊരു എലമെൻ്റ് എടുക്കും. ഇയിൽ ആ എലമെൻറ്റ് G intersection Hലുണ്ടെന്ന് കാണിക്കും. അപ്പം ഫ്രം 1 and 2 G equal to E equal to G intersection H എന്നായി മാറും. അപ്പോൾ അതാണ് അതിൻ്റെ റിവേഴ്സ് പാർട്ടിൽ നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ നേരെ തിരിച്ചുള്ള ഇൻക്ലൂഷൻ കാണിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത്. സോ let x element of E, this implies f of x is in f of E. This implies f of x is an element of A union B. എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് എന്താണ് ശരിക്കും, അല്ല ഈ എഫ് ഓഫ് ഇ എന്ന് പറയുന്ന എ യൂണിയൻ ബി ആണ് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. ദിസ് ഇംപ്ലൈസ് എഫ് ഓഫ് എക്സ് ഈസ് ഇൻ എ ഓർ എഫ് ഓഫ് എക്സ് ഈസ് ഇൻ ബി. ദിസ് ഇംപ്ലൈസ് എക്സ് ഈസ് ഇൻ എഫ് ഇൻവേഴ്സ് എ or x is in f inverse b. This implies പക്ഷേ എക്സ് ഇയിലാണ് ഓൾറെഡി അറിയാം. സോ എക്സ് ഈസ് ഇൻ ഇ ഇൻ്റർസെക്ഷൻ എഫ് ഇൻവേഴ്സ് എ ഓർ എക്സ് ഈസ് ഇൻ ഇ ഇൻ്റർസെക്ഷൻ എഫ് ഇൻവേഴ്സ് ബി. കാരണം we know that x element of E. This implies x is in G or x is in H, which implies x is in G or x is in H, which implies x is in G intersection H. This implies that E is contained in G intersection H. This is equation number 2. So from equation number 1 and equation number 2 we have G is equal to E is equal to G intersection H. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള ക്ലെയിം. അപ്പോൾ ഇനി പ്രൂവ് ചെയ്യേണ്ട നമ്മളടുത്ത് ഓൾസോ വി ക്ലെയിം ദാറ്റ്
G not equal to 5 and H not equal to 5. അത് നമുക്ക് പ്രൂവ് ചെയ്യണം. ജിയും എച്ച് നോൺ എം ടി ആയിട്ടുള്ള ഓപ്പൺ സെറ്റ്സ് ആവണം. അപ്പോൾ അതാണ് ഇതിനടുത്ത് പ്രൂവ് ചെയ്യുന്നത്. അതാണ് നമ്മളിനി പ്രൂവ് ചെയ്യുന്നത്. we have f of e is equal to A union B, F inverse, set theory result, F inverse f of E. F inverse f of E is equal to F inverse A union B and F inverse A union B is equal to F inverse A union F inverse B. Simple set theory result ഉപയോഗിച്ചാൽ മതി. And we know that E is contained in F inverse f of E. This implies E is contained in F inverse A or F inverse B. ഇതിൽ കണ്ടെയ്ൻഡ് ആണ് കിട്ടി. Now suppose that ഈ എന്തായാലും ഇതിൽ കണ്ടെയ്ൻഡ് ആണ്. അതുകൊണ്ട് നമുക്ക് ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുക്കാം. സപ്പോസ് E contained in E is entirely contained in F inverse A. ഈ F inverse A entirely contained ആണ് വിചാരിക്കുക. And E not intersecting F inverse B. നമുക്ക് ഇത് F inverse A ആണെന്ന് വിചാരിക്കാം, ഇത് F inverse B ആണെന്ന് വിചാരിക്കാം. ഈ പൂർണ്ണമായി ഈ ഭാഗത്താണ് എന്നാണ് നമ്മൾ എടുത്തത്. ഇവിടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നേ ഇല്ല. F inverse A ബിയുടെ ഭാഗത്ത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നില്ല. ഈ ഭാഗം F inverse A, ഇത് ഈ ഭാഗം F inverse B. ഇതാണ് നമ്മുടെ ഈ ഇങ്ങനെ വരുവാണെങ്കിൽ ഇത് സംഭവിക്കുന്നു നോക്കാം. This implies that f of E is contained in A. This implies that, പക്ഷെ നമുക്കൊരു എഫ് ഓഫ് ഇ എന്ന് പറഞ്ഞാൽ എ യൂണിയൻ ബി. ദിസ് ഇംപ്ലൈസ് ദാറ്റ് അങ്ങനെയാകുമ്പോൾ ബി എം ടി ആവും. കാരണം എയും ബിയും നോൺ എം ടി ആയിട്ടുള്ള ഓപ്പൺ സെറ്റ്സ് ആണ് വിത്ത് എഫ് ഓഫ് ഇ ഈസ് ഈക്വൽ ടു എ യൂണിയൻ ബി. അതുകൊണ്ട് എഫ് ഓഫ് ഇ പൂർണ്ണമായും എയിൽ കണ്ടെയ്ൻഡ് ആണെങ്കിൽ ബി എം ടി ആയിരിക്കണം. ദിസ് ഈസ് ഇമ്പോസിബിൾ. അപ്പോൾ ഇത് ഇമ്പോസിബിൾ ആയതുകൊണ്ട് നമ്മുടെ കൺക്ലൂഷൻ അതേപോലെ. ഇത് കൺക്ലൂഷൻ പറയുന്നതിന് ഒരു കാര്യം കൂടി പറയാം. സിമിലർലി suppose E is contained in F inverse B, not intersecting A, not intersecting F inverse A.
we get ഇതേപോലെ തന്നെ we get A is equal to empty, which is also not possible. ഇതും പോസിബിൾ അല്ല, which is also not possible. So conclusion is, so E should intersect both F inverse A and F inverse B. ഈ ഇതിന് രണ്ടിനെ ഇൻ്റർസെക്റ്റ് ചെയ്യണം. Therefore G is equal to E intersection F inverse A non-empty and H is equal to E intersection F inverse B is non-empty. അപ്പോൾ അതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അടുത്ത് പ്രൂവ് ചെയ്യാനുള്ളത്, അപ്പോൾ നമ്മുടെ ഈ ഇടയിലുള്ള ക്ലെയിം, നെക്സ്റ്റ് ക്ലെയിം ഈസ് G and H are open set. G and H are open sets. നമ്മളോരോ ക്ലെയിമുകൾ ഒന്ന് പറയാം ഒന്നുകൂടി. നമ്മൾ ആദ്യം ക്ലെയിം ചെയ്ത് ഫസ്റ്റ് നമ്മൾ ക്ലെയിം ചെയ്ത കാര്യം വി ക്ലെയിം ദ യെസ് ദിസ് വൺ, ഇതാണ് ആദ്യം നമ്മൾ ക്ലെയിം ചെയ്ത്. വി ക്ലെയിം ദാറ്റ് E is equal to J intersection H. അപ്പം അതിനടുത്ത് നമ്മൾ അത് പ്രൂവ് ചെയ്തതിന് ശേഷം നമ്മൾ ക്ലെയിം ചെയ്തത് ഓൾസോ വി ക്ലെയിം ദാറ്റ് G not equal to 5 and H not equal to, അത് നമ്മൾ പ്രൂവ് ചെയ്തു. അടുത്ത ക്ലെയിമായിട്ട് നെക്സ്റ്റ് ക്ലെയിം ഈസ് G and H are ഓപ്പൺ സെറ്റ്സ്. അപ്പോൾ അതാണ് നമ്മൾ ഇനി പ്രൂവ് ചെയ്യുന്നത്. G and H are ഓപ്പൺ സെറ്റ്സ് എന്നുള്ള ക്ലെയിം. നമുക്കറിയാം എഫ് കണ്ടിന്യൂസ് ആണ്. എഫ് ഈസ് കണ്ടിന്യൂസ്. എഫ് കണ്ടിന്യൂസ് ആണ്. പിന്നെ എ ഓപ്പൺ ഇൻ വൈ, എ ഓപ്പൺ ഇൻ വൈ. എഫ് കണ്ടിന്യൂസും എ ഓപ്പൺ ഇൻ വൈ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം എഫ് ഇൻവേഴ്സ് എ ഓപ്പൺ ഇൻ എക്സ് ആണ്. അതുകൊണ്ട് G is equal to E intersection F inverse A is opening ഉണ്ട്. ഈ ഓപ്പൺ, ഇത് രണ്ടും ഈ ഓപ്പൺ സെറ്റാണ്. എഫ് ഇൻവേഴ്സ് എ എന്ന് പറയുന്നത് ഓപ്പൺ സെറ്റാണ്. അപ്പോൾ അതിൻ്റെ ഇൻ്റർസെക്ഷനും ഓപ്പൺ സെറ്റ്. അപ്പോൾ നമ്മളിവിടെ കണ്ടിന്യൂറ്റി മാത്രമാണ് ഉപയോഗിച്ചത്. സിമിലർലി H is open in X. നമ്മളത് പ്രത്യേകം പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അത് കിട്ടുന്നത് എഫ് കണ്ടിന്യൂസ് ആണ്, ബി ഓപ്പൺ ഇൻ വൈ ആണ്. അപ്പോൾ എഫ് ഇൻവേഴ്സ് ബി ഓപ്പൺ ഇൻ എക്സ് ആയിരിക്കും. ഈ ഇൻ്റർസെക്ഷൻ എഫ് ഇൻവേഴ്സ് ബി ഓപ്പൺ ഇൻ എക്സ് ആയിരിക്കും. അതുകൊണ്ട് എച്ച് ഓപ്പൺ ഇൻ എക്സ് ആയിരിക്കും. അപ്പോൾ അതങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ അത് അതേപോലെ വരുന്നുണ്ട്. നമ്മൾ
പ്രൂവ് ചെയ്യണം. നോ വി വിൽ ഷോ ദാറ്റ്. ഇനി എന്തും കൂടിയാണ് ബാക്കിയുള്ളത്, സെപ്പറേറ്റഡ് ആണെന്നുള്ളത്. അതായത് ജി ഇൻ്റർസെക്ഷൻ എച്ച് ക്ലോഷർ ഈസ് എം ടി ആൻഡ് നോ വി വിൽ ഷോ ദാറ്റ് G intersection H is empty, H closure is empty and G closure intersection H is empty. ഇതാണ് നമുക്കിനി പ്രൂവ് ചെയ്യേണ്ട ഭാഗം, നാലാമത്തെ ഭാഗമാണിത്. അപ്പോൾ ഇതിൻ്റെ പ്രൂഫിലേക്ക് പോവാം. We have A is contained in A closure. നമുക്കറിയാവുന്ന കാര്യമാണ്. ആൻഡ് നമുക്ക് പിന്നെ വീണ്ടും നമുക്കിതറിയാം, G is contained in F inverse A. G is contained in F inverse A. G contained in F inverse. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിച്ചത് ഡെഫിനേഷൻ ഓഫ് G ആണ്. ഡെഫിനേഷൻ ഓഫ് ജി എന്ന് പറയുന്നത് എച്ച് ഇൻ്റർസെക്ഷൻ എഫ് ഇൻവേഴ്സ് എ ആയിരുന്നു. അതുകൊണ്ട് ജി എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെ ഇൻ്റർസെക്ഷൻ ആയതുകൊണ്ട് ഈ ഇൻഡിവിജ്വൽ സെറ്റിൽ കണ്ടെയ്ൻഡ് ആവും. ദിസ് ഇംപ്ലൈസ് ജി ഈസ് കണ്ടെയ്ൻഡ് ഇൻ എഫ് ഇൻവേഴ്സ് എ ആണ്, വിച്ച് ഈസ് കണ്ടെയ്ൻഡ് ഇൻ എഫ് ഇൻവേഴ്സ് എ ക്ലോഷർ. G is contained in F inverse A closure. That is, നമുക്ക് നടുവിലുള്ള ഒഴിവാക്കാം. G is contained in F inverse A closure. G is contained in F inverse A closure എന്നായി. പക്ഷെ നമുക്കറിയാം F inverse A closure is closed. F inverse A closure is closed. ഇത് ക്ലോസ്ഡ് ആവാൻ കാരണം എന്താ? സിൻസ് F is continuous. F continuous ആയതുകൊണ്ട് F inverse A closure, ക്ലോസ്ഡ് സെറ്റിൻ്റെ ഇൻവേഴ്സ് ഇമേജ് ഇവിടെ ക്ലോസ്ഡ് ആയിരിക്കും, ഇപ്പുറത്ത് ക്ലോസ്ഡ് ആയിരിക്കും എന്നുള്ളത്. This implies G closure is contained in F inverse A closure. G contained in F inverse A closure. ഇത് ക്ലോസ്ഡ് സെറ്റാണ്. ഇത് ക്ലോസ്ഡ് സെറ്റാണെങ്കിൽ, പക്ഷെ നമുക്കറിയാം ജി ക്ലോഷർ എന്ന് പറയുന്നത് ജീനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഏറ്റവും ചെറിയ ക്ലോസ്ഡ് സെറ്റാണ്. അതുകൊണ്ട് ജി ക്ലോഷറും എഫ് ഇൻവേഴ്സ് എ ക്ലോഷറിൽ കണ്ടെയ്ൻഡ് ആയിരിക്കണം. ഇനി അടുത്ത് നോ we have f of h equal to b. f of h നമ്മൾ b എന്ന് എടുത്തിട്ടുണ്ട്. നമ്മളെടുത്തത് വി ഹാവ് ടു പ്രൂവ്, അതായത് നമ്മളത് ചെറുതായിട്ടൊന്ന് കാണിക്കണം. നമ്മൾ ടു പ്രൂവ് നമുക്കറിയാവുന്നത് എച്ച് ഈക്വൽ ടു ഈ ഇൻ്റർസെക്ഷൻ എഫ് ഇൻവേഴ്സ് ബി എന്നാണ്. അപ്പോൾ അവിടെ നമ്മളതൊന്ന് പ്രൂവ് ചെയ്യണം. നൗ വി വിൽ പ്രൂവ് ദിസ്. അപ്പോൾ അതിൻ്റെ പ്രൂഫാണ് നമ്മളിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇത് രണ്ട് സെറ്റ് ഈക്വലാന്ന് കാണിക്കണം. അപ്പോൾ നമ്മൾ സെറ്റ് ഇൻക്ലൂഷൻ ഉപയോഗിച്ചാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. സോ ലെറ്റ് y element of f of h. This implies y is equal to f of x for some
x element of h. This implies y equal to f of x and x element of E intersection f inverse b. This implies y equal to f of x, previously f of x and x element of E intersection f inverse b, അതാണ് h, and x element of E and x element of f inverse b. This implies y equal to f of x and x element of E and x element of f inverse b എന്നുള്ളത് f of x element of b എന്ന് എഴുതാം. This implies y equal to f of x x element of and x element of E and f of x എന്ന് പറയുന്നത് y element of b. അപ്പോൾ നമുക്ക് വേണ്ടുന്ന കാര്യമായി ഇപ്പം this implies that y element of b എന്ന് നമുക്ക് കിട്ടി. This implies that f of h is contained in b. ഇത് നമുക്ക് 3a എന്ന് കൊടുക്കാം. 3a. ഇനി അടുത്തത് let y element of b, നമ്മൾ ഇവിടുന്ന് റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് ബിയിൽ നിന്ന് എലമെൻ്റ് എടുത്തു. ദിസ് ഇംപ്ലൈസ് y element of a closure union b. എന്തായാലും y ബിയിലുണ്ടെങ്കിൽ അത് a closure union ബിയിലുണ്ടാവും. ദിസ് ഇംപ്ലൈസ് y element of not a closure, y element of a union b യിലുണ്ടാവും. This implies y element of f of e, ഇപ്പം y f of e യിലുണ്ടാവും. This implies there exists x element of e such that f of x is equal to y. Also y element of b implies f inverse y element of f inverse b. ഇപ്പോൾ ഇവിടെ കിട്ടിയ ഇതിന് നമുക്ക് ഒരു ഇക്വേഷൻ കൊടുക്കുക. ഇതിൻ്റെ ഉള്ളിലത്തെ ഒരു സ്റ്റാർ ആണ് അതിൻ്റെ ഇക്വേഷൻ നമ്പർ. ഇതിന് അതുകൊണ്ട് ദിസ് ഇംപ്ലൈസ് എഫ് ഇൻവേഴ്സ് വൈ എന്നുള്ളത് എക്സ് ആണ് ബൈ സ്റ്റാർ. ദറ്റ് ഈസ് എക്സ് ഈസ് എൻ എലമെൻ്റ് ഓഫ് എഫ് ഇൻവേഴ്സ് ബി by star. This implies there exists x element of e. അവിടെ കൂടി പറയാം x element of e. So there exists x element of e and x is an element of
F inverse B such that f of x is equal to y. This implies x is an element of E intersection F inverse B and y element of and y is equal to f of x. This implies x element of h and y equal to f of x. Y belongs to f of h. Y equal to f of x. Y equal to f of x. This implies ഇപ്പോൾ എക്സ് എച്ചിലാണെങ്കിൽ എഫ് ഓഫ് എക്സ് എഫ് ഓഫ് എച്ചിൽ, എഫ് ഓഫ് എക്സ് ഈസ് ഇൻ എഫ് ഓഫ് എച്ച്. ഇനി ആൻഡ് ഇവിടെ വൈ ബിലോങ്സ് എഫ് ഓഫ് എച്ചിന് കൊടുക്കുക. ആൻഡ് വൈ ഈക്വൽ ടു എഫ് ഓഫ് എച്ച്. വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആയതുകൊണ്ട് വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആൻഡ് ദിസ് ബിലോങ്സ് ടു f of h. So b is contained in f of h, b is contained in f of h, and f of a is contained in b. This implies f of h is equal to b. F of h is equal to b. ഇനി നമുക്കറിയാം, സിൻസ് എ ക്ലോഷർ ഇൻ്റർസെക്ഷൻ ബി എം ടി ആണെന്നറിയാം. എ ക്ലോഷർ ഇൻ്റർസെക്ഷൻ ബി, എയും ബിയും സെപ്പറേറ്റഡ് സെറ്റ്സ്. സോ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് G closure intersection H is also empty. G closure intersection H is also empty. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്കൊരു ക്ലെയിമായിട്ട് ചെയ്യാം, നമുക്കിവിടെ ബ്രാക്കറ്റ് ചെയ്യാം. ഇതിൽ നിന്ന് ഇത്രയും നമ്മൾ പറഞ്ഞ കാര്യത്തിൽ നിന്ന് എങ്ങനെയാണ് ഇത് ക്ലെയിം ചെയ്യുന്നത്? എ ക്ലോഷർ ഇൻ്റർസെക്ഷൻ ബി എം ടി ആണെന്നും, പിന്നെ നമ്മളിപ്പം പ്രൂവ് ചെയ്ത കാര്യങ്ങളുണ്ടല്ലോ, അതായത് എഫ് ഓഫ് എച്ച് ഈസ് ഈക്വൽ ടു ബി, എഫ് ഓഫ് എച്ച് ഈസ് ഈക്വൽ ടു ബി വരെ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പം പ്രൂവ് ചെയ്ത കാര്യമാണ് എഫ് ഓഫ് എച്ച് ഈസ് ഈക്വൽ ടു ബി. ഈ എഫ് ഓഫ് എച്ച് ഈക്വൽ ടു ബിയും എ ക്ലോഷർ ഇൻ്റർസെക്ഷൻ ബി എം ടി എന്നുള്ള കാര്യം ഉപയോഗിച്ചാൽ നമുക്കിതിന് ഈ ഭാഗം നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ കഴിയും. അതെങ്ങനെയാണ് നോക്കാം. Suppose note that is x is in G closure intersection H. അതിലൊരു എലമെൻ്റ് ഉണ്ട് എന്ന് വിചാരിക്കുക. ദിസ് implies x is in G closure and x is in H. x G closureലുണ്ടാവും, x Hലുണ്ടാവും. This implies x is in F inverse A closure and x is in H. കാരണം നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തിട്ടുണ്ട് G closure is contained in F inverse A closure. നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ജി ക്ലോഷറിലുണ്ടെങ്കിൽ എക്സ് എന്ന് പറയുന്ന എഫ് ഇൻവേഴ്സ് എ ക്ലോഷറിലും ഉണ്ടാവും. ദിസ് ഇംപ്ലൈസ് അതുകൊണ്ട്
എഫ് ഓഫ് എക്സ് എന്നുള്ളത് എ ക്ലോഷറിലുണ്ടാവും ആൻഡ് എഫ് ഓഫ് എക്സ് എ ക്ലോഷറിലുണ്ടാവും ആൻഡ് എഫ് ഓഫ് എക്സ് ഈസ് ഇൻ എഫ് ഓഫ് എച്ച് എഫ് ഓഫ് എക്സ് എക്സ് എച്ചിലുണ്ടാകുമ്പം എഫ് ഓഫ് എക്സ് എഫ് ഓഫ് എച്ചിലുണ്ടാവും എന്ന് കിട്ടി. ദിസ് ഇംപ്ലൈസ് എഫ് ഓഫ് എക്സ് ഈസ് ഇൻ എ ക്ലോഷർ ആൻഡ് എഫ് ഓഫ് എക്സ് ഈസ് ഇൻ ബി. കാരണം എഫ് ഓഫ് എച്ച് ഈക്വൽ ടു ബി, അതാണ് നമ്മളിപ്പം പ്രൂവ് ചെയ്ത കാര്യം, അതുകൊണ്ട് നമ്മളിവിടെ ഉപയോഗിച്ചു. ദിസ് ഇംപ്ലൈസ് എഫ് ഓഫ് എക്സ് ഈസ് ഇൻ എ ക്ലോഷർ ഇൻ്റർസെക്ഷൻ ബി. പക്ഷേ എയും ബിയും സെപ്പറേറ്റഡ് സെറ്റാണ്. ദിസ് ഈസ് എ കോൺട്രഡിക്ഷൻ സിൻസ് എ ക്ലോഷർ ഇൻ്റർസെക്ഷൻ ബി ഈസ് empty. അപ്പോൾ ഇതേ ആർഗ്യുമെൻറ്റ് യൂസിങ്, അപ്പോൾ നമ്മൾ എൻ്റെ ഒരു കൺക്ലൂഷൻ കൂടി എഴുതാം. സോ ഇപ്പം നമ്മൾ പ്രൂവ് ചെയ്തുകൊണ്ടിരുന്നത് ജിയും എച്ചും സെപ്പറേറ്റഡ് സെറ്റ്സ് ആണെന്ന് പ്രൂവ് ചെയ്യാമായിരുന്നല്ലോ. സോ നമ്മുടെ കൺക്ലൂഷൻ എന്ന് പറയുന്നത്, സോ ജി ക്ലോഷർ ഇൻ്റർസെക്ഷൻ എച്ച് ഈസ് ഈക്വൽ ടു എം ടി എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഇത് എം ടി അല്ല എന്നാണ് എടുത്തത്, അവിടെ നമ്മളൊരു എക്സ് എടുത്തിരുന്നു. സിമിലർലി we can prove that G intersection H closure is empty. So G and H are open, separated sets. The open separated sets ആണ്, and E is equal to G union H. This implies E is not connected. അപ്പോൾ നമുക്ക് കോൺട്രഡിക്ഷൻ കിട്ടി. This implies a contradiction. This implies f of E is connected. അപ്പോൾ നമ്മൾ എഫ് ഓഫ് ഇ കണക്റ്റഡ് ആണെങ്കിൽ എഫ് ഓഫ് ഇ കണക്റ്റഡ് ആണെന്ന്